നമസ്കാരം. ലോക്സഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങി പ്രിയങ്ക. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി സീറ്റിൽ നിന്നും തൻ്റെ മാതാവ് സോണിയാഗാന്ധി അനാരോഗ്യം മൂലം പിന്മാറിയതിനാൽ ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി കൂടി മത്സരിക്കാൻ ഉത്തർപ്രദേശിലെത്തുന്നതോടുകൂടി പ്രതിപക്ഷ മുന്നണിക്ക് വലിയ രീതിയിലുള്ള കരുത്തു പകരുന്നതാണ് ഈ നീക്കം. അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായി മത്സരിക്കുന്ന കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിലുള്ള ആവേശവും ഊർജവും സംസ്ഥാനത്തെങ്ങും നിലനിർത്താൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നത്. ഉത്തർപ്രദേശിലെങ്ങും വലിയ ജനസ്വാധീനമുള്ള പ്രിയങ്കയുടെ കടന്നുവരവ് ഉത്തർപ്രദേശിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിലെങ്ങും യാത്ര ചെയ്ത് ജനങ്ങളുമായി സംവദിച്ച് വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകിയ പ്രിയങ്കയുടെ റായ്ബറേലിയിലേക്കുള്ള കടന്നുവരവ് വലിയ രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ശക്തി പകരുന്ന ഒന്നായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജനകീയ മുഖമായ പ്രിയങ്ക മത്സരരംഗത്തെത്തുന്നതോടുകൂടി ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസവും കരുത്തുമാണ് ലഭിക്കുക. പ്രിയങ്ക ലോക്സഭാ മത്സരത്തിനിറങ്ങുന്നതോടുകൂടി രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടും. അതിലൂടെ BJPയുടെ അഴിമതി വർഗീയ ഭരണത്തെ കേന്ദ്രത്തിൽ നിന്നും താഴെയിറക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പ്രിയങ്കയ്ക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്നതായിരിക്കും ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര. ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഒന്നിക്കുന്നതോടുകൂടി ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടും.